വെൽക്കം ബാക്ക് ടു ട്രെയിനിങ് ബോയ്സ്. ഇറ്റ്സ് മീ റാണി. നമ്മുടെ കൂട്ടത്തില് എമിലിയ മോളും ഉണ്ട്. നമ്മൾ പ്ലെയിനിങ് പാലസിൽ കുറെ ലൈറ്റ് വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് ക്രിസ്മസിനെന്ന് പറഞ്ഞ്. അപ്പൊ പാലസിൽ നമ്മൾ പോവാണ്. അപ്പൊ ഒരാൾക്ക് ടിക്കറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 50 pounds അടുത്താണ്. നമ്മൾ രണ്ടുപേർക്ക് ടിക്കറ്റ് കിട്ടതേ. ഇവർക്ക് ടിക്കറ്റ് ഒന്നും വേണ്ട. നമുക്ക് പോയി നോക്കാം ക്രിസ്മസ് സെലിബ്രേഷൻ ഒക്കെ എത്രത്തോളം എത്തി. മറ്റേ ലൈറ്റ് വർക്ക് ഒക്കെ നമുക്ക് വഴിയെ കാണാം. ബസ്സിൽ നമ്മൾ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഒരു 10 minutes നമുക്ക് നടക്കാനുണ്ട്. അങ്ങോട്ടേക്ക് 10 minutes നടന്നു പോകുമ്പോൾ നമ്മൾ എത്തും. നമുക്ക് പോവാം. നമുക്ക് 4:15 ടൈം കിട്ടിയേക്കുന്നത് ഓൺലൈൻ ബുക്ക് ചെയ്തപ്പോഴത്തേക്കും. അപ്പൊ രാത്രിയായി തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇപ്പോഴത്തെ കാലാവസ്ഥ അനുസരിച്ചിട്ട് ഈ വിന്ററിൽ 5 മണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇരുട്ടാണ്. അതുകൊണ്ടാണ് ഈ ലൈറ്റിന്റെ ഒക്കെ കാര്യം 4 മണി തൊട്ടിട്ടോ ഓപ്പൺ ആക്കിയേക്കുന്നത്. അങ്ങനെ നമ്മൾ ബ്ലെനിങ് പാലസിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് കാറും കൊണ്ട് വരുന്നവർക്കാണ് ഈ കാറ് പാർക്ക് ചെയ്യാൻ ഇഷ്ടംപോലെ ഏരിയ ആണ് കേട്ടോ നമ്മുടെ ഇവിടെ ഉള്ളത്. അപ്പോൾ ധൈര്യമായിട്ട് കാറും കൊണ്ട് വരാം. ബ്ലെനിങ് പാലസ് മോർണിംഗ് മുതലേ ഓപ്പൺ ആണ്. പക്ഷെ നമ്മുടെ ലൈറ്റ് ട്രയൽ ഓപ്പൺ ആവുന്നത് 4:15 ആണ്. അപ്പോൾ ആ ഒരു ടൈം നോക്കിയിട്ടാണ് ഞങ്ങൾ വന്നത്. പിന്നെ ഞങ്ങൾ ബുക്ക് ചെയ്തപ്പോൾ കിട്ടിയത് ഒരു എയർലി അസസ് സ്ലോട്ട് ആയതുകൊണ്ടാണ് വലിയൊരു എമൗണ്ട് വന്നത്. നമ്മുടെ പാലസിൻ്റെ ഉള്ളിൽ സ്ലീപ്പിംഗ് ബ്യൂട്ടി എന്ന് പറഞ്ഞൊരു സംഭവം കൂടെ ഉണ്ട്. അപ്പോൾ ടിക്കറ്റ് എടുക്കുമ്പോൾ പാലസിൻ്റെ പുറത്തുള്ള ലൈറ്റ് ട്രയലിനും സ്ലീപ്പിംഗ് ബ്യൂട്ടിക്കും കൂടെ കൂടി ടിക്കറ്റ് എടുക്കുക. ഇതിപ്പോൾ December 18th ആണ്. അപ്പോൾ December 17th ഓൺവേർഡ്സ് ഇവിടെ ക്രിസ്മസ് പാർട്ടിയും കൂടെ ഉണ്ട്. അതുകൊണ്ടിട്ടാണ് ഇത്ര തിരക്ക് ഇവിടെ. ഉള്ളിലേക്ക് നോക്കുമ്പോൾ തന്നെ കാണാൻ നിറയെ ലൈറ്റ്സ് ഒക്കെ ഉണ്ട്. അവിടെ കുറെ പ്ലേ ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പോയി നോക്കാം. ഇവിടെ കുറെ കൗണ്ടറുകളൊക്കെ ഉണ്ട്. ഇവിടെ നല്ല വെള്ളമൊക്കെ ആയിട്ടോ. അത് കാറൊക്കെ നടക്കണ്ട്. പക്ഷെ ഇതേ ഇപ്പൊ പകല് തന്നെയാണ് നോക്കിയാൽ 4 മണി ആയതേ ഉള്ളൂ. അപ്പൊ ഇത്ര കാണാം. അപ്പൊ നമുക്ക് അതിന്റെ അടുത്തേക്കൊന്നും ഞങ്ങൾ പോകുന്നില്ല. പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിള്ളേരെ കൊണ്ട് വരുന്നവർക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി ഇഷ്ടംപോലെ റൈഡ്സും കാര്യങ്ങളൊക്കെ ഇവിടെ പുറത്ത് തന്നെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ ഇതിനു വേണ്ടി നിന്നില്ല. കാരണം ഞങ്ങളുടെ ടൈം ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു 15 മിനിറ്റോടെ ഉള്ളൂ ഇവിടെ എത്തുമ്പോഴേക്കും. അപ്പോൾ ഞങ്ങൾ നേരെ ഇവിടുത്തെ ഭംഗിയൊക്കെ കണ്ട് ചെറിയ ചിപ്സൊക്കെ വാങ്ങിച്ചിട്ട് പയ്യെ നമ്മുടെ ലൈറ്റ് ട്രയലിൻ്റെ അടുത്തേക്ക് നടക്കുകയാണ്. ലൈറ്റ് ട്രയലിൻ്റെ അങ്ങോട്ട് നടക്കുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ പാലസ് ഇരിക്കുന്നത്. പാലസിൻ്റെ ഫ്രണ്ടിൽ ലൈറ്റൊക്കെ വെച്ചിട്ട് ക്രിസ്മസ് സെറ്റപ്പ് ഫുള്ള് അറേഞ്ച് ചെയ്തേക്കാണ്. പ്രൊജക്ടറൊക്കെ വെച്ചിട്ട് ഉള്ളൊരു സെറ്റപ്പാണ് അവിടെ. അങ്ങനെ ഞങ്ങൾ ലൈറ്റ് ട്രയലിൻ്റെ അടുത്ത് എത്തിയപ്പോഴേക്കും ഏകദേശം ഇരുട്ടായിട്ടോ. ആ ഇരുട്ടത്തെ ആ ലൈറ്റിൻ്റെ ഭംഗി പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സംഭവം തന്നെയാണ്. ഇത് ഇഷ്ടംപോലെ നടക്കാനുണ്ട്. വലിയൊരു ഏരിയ വാസ്റ്റായിട്ട് കിടക്കുകയാണ്. ഒരു 2 പാർട്ടായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റ് പാർട്ടാണ്. ഇത് നമ്മുടെ പാലസിൻ്റെ പുറകെയുള്ള ഗാർഡൻ ഏരിയ ആണ്. ആ ഗാർഡൻ ഏരിയ ഫുള്ള് ലൈറ്റ് വെച്ചിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചേക്കാണ്. എല്ലാ പ്രായക്കാർക്കും നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ് കേട്ടത്. ഇവിടെ നിന്ന് അങ്ങ് നടക്കാൻ തുടങ്ങി നടക്കുന്ന വഴി മൊത്തം ഗ്രാസിലും അവിടെയുള്ള മരത്തിലും ചെടിയിലും അത് കൂടാതെ തന്നെ സെപ്പറേറ്റ് ബിൽഡ് ചെയ്ത് വെച്ചേക്കുന്ന സ്ട്രക്ചറിലും ഒക്കെ ലൈറ്റാണ്. ഫുൾ ലൈറ്റ് ബേസ്ഡ് ഓൺ മ്യൂസിക്കാണ്. അവിടെ ഫുൾ മ്യൂസിക്കാണ്. ആ മ്യൂസിക് അനുസരിച്ചാണ് ആ ലൈറ്റുകൾ മിന്നുന്നതെന്ന് തെളിയുന്നത് കേട്ടോ. ഭയങ്കര രസമാണ്. അത് അതിൽ കൂടെ നടന്ന് എക്സ്പീരിയൻസ് ചെയ്താലാണ് ഫുള്ളൊരു എക്സ്പീരിയൻസ് കിട്ടുള്ളൂ. ഒരു ബേസിക് ഐഡിയ ഈ വീഡിയോ വെച്ചിട്ട്. മാത്രമല്ല ഇത് നടക്കാൻ കുറേ ഉണ്ടെങ്കിലും ഇത് എൻജോയ് ചെയ്തങ്ങ് നടക്കുന്ന കാരണം അധികം നടന്നതായിട്ട് ഞങ്ങൾക്ക് തോന്നിയില്ല കേട്ടോ. പെട്ടെന്ന് നടന്നെത്തി എന്നുള്ളതാണ്. ബോറടിപ്പിക്കുന്ന ഒരു കണ്ടന്റ് ഇതിലില്ല. അടിപൊളിയാണ്. അങ്ങനെ നടന്നു വന്നപ്പോൾ നമ്മൾ നിയോൺ ലൈറ്റിൻ്റെ അടുത്തെത്തി. നമ്മുടെ മ്യൂസിക്കിനെ ബേസ് ചെയ്തിട്ട് ലൈറ്റ് ഇങ്ങനെ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നല്ല രസമാണ് കേട്ടോ അത് അടുത്തൊന്ന് കാണാൻ. ലൈറ്റും കണ്ടിട്ട് ഞങ്ങൾ
അടുത്ത ലൈറ്റിന്റെ അടുത്തേക്ക് നടക്കുകയാണ്. വഴിയിൽ മൊത്തം ക്രിസ്മസ് ബേസ്ഡ് വെഡിങ്സ് ഒക്കെ വെച്ചേക്കാണ്. കണ്ടത് അടിപൊളി, ഇനി കാണാൻ കാരണം അതിലും ഭംഗിയുള്ളതാണ്. അപ്പോൾ അതിനുള്ള പോക്കിലാണ്. അടുത്ത് പിന്നെ കണ്ടത് ക്യാൻഡിൽസ് കത്തിച്ച് വെച്ചേക്കുന്നതാണ് കേട്ടോ. നല്ല സ്മെല്ലാണ്, ക്യാൻഡിലിന്റെ സ്മെല്ലാണ് ആ ഏരിയ ഫുൾ ക്യാൻഡിലാണ് കത്തിച്ച് വെച്ചേക്കുന്നത്. ഈ ഓരോ ലൈറ്റ് റയലിന്റെ അടുത്ത് ചെന്ന് വീഡിയോ എടുത്ത് ഫോട്ടോ എടുത്ത് അങ്ങനെ പയ്യെ ഉണ്ടോ ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ കുറേ നേരം എടുത്തു ഇത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി. നല്ല രസമാണല്ലോ, അത് എൻജോയ് ചെയ്ത് പയ്യെയാണ് ഞങ്ങൾ പോയത് കേട്ടോ. കുറേയേറെ അടിപൊളി സംഭവങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല രസമാണ്, എല്ലാം കാണാൻ ഒന്നിനൊന്ന് മെച്ചമാണ്. അതുപോലെ സെറ്റപ്പിലാണ് വെച്ചേക്കുന്നത്. നടന്ന് സ്റ്റാർ ടണലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ കാറ്റൊക്കെ ആയതുകൊണ്ട് ഈ സ്റ്റാർ കിടന്ന് ഇങ്ങനെ ആടുന്നു, അതിൻ്റെ കൂടെ ലൈറ്റ് കിടന്ന് മിന്നുന്നു. ഇതിൻ്റെ പുറകിൽ മ്യൂസിക് ഉണ്ട് ഞാൻ പറഞ്ഞ പോലെ. പക്ഷെ നമുക്ക് ഈ മ്യൂസിക് വീഡിയോയിൽ ഇടാൻ പറ്റില്ല, റോയൽറ്റിയുടെ ഇഷ്യൂസ് ഉണ്ട്. ഇത് ഒരു കളറിൽ മാത്രമല്ല കേട്ടോ, ഇത് പല കളറിൽ പല ടൈപ്പിലൊക്കെ ആയിട്ടാണ് മിന്നുന്നത്. നല്ല രസമാണ്, നല്ല ഭംഗിയിലാണ് അതിൻ്റെ ഫങ്ഷനിങ്. അപ്പോൾ ഓരോ ലൈറ്റ് റെയിലിൽ നിന്ന് എടുത്തിട്ടുള്ള ഷോർട്സും ഫോട്ടോസും ഒക്കെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഷോർട്സ് നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ കാണാം. ഫോട്ടോസ് കാണാൻ വേണ്ടി ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. തീർച്ചയായിട്ടും അവിടെ കയറി ഞങ്ങളെ ഫോളോയും ചെയ്യാം. ഓരോ ലൈറ്റിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴും ഓരോ മ്യൂസിക്കുകളുണ്ട്. ആ മ്യൂസിക്കിനനുസരിച്ചാണ് അവിടുത്തെ ലൈറ്റിൻ്റെ മൂവ്മെൻറ്റ്സ് മൊത്തം. അപ്പോൾ അതൊരു പ്രത്യേക ഭംഗി തന്നെയാണ്. അതവിടെ കേട്ട് അനുഭവിക്കുമ്പോൾ ഉള്ള ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. ഞങ്ങളങ്ങനെ നടന്ന് നമ്മുടെ മ്യൂസിക്കൽ ഫൗണ്ടൻ്റെ അടുത്താണ് എത്തിയേക്കുന്നത്. മ്യൂസിക്കൽ ഫൗണ്ടനും ഇനി ബാക്കിയുള്ള ലൈറ്റ് ട്രയലും പിന്നെ സ്ലീപ്പിംഗ് ബ്യൂട്ടിയും ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോകളിൽ കാണാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻസ് തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്യുക കേട്ടോ. അപ്പോഴാണ് നെക്സ്റ്റ് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങളുടെ അടുത്തേക്ക് എത്തുള്ളൂ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.